അത്യുന്നതനാമാത്മാവേ നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. അത്യുന്നതനാമാത്മാവേ നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. യേശുനാഥ വാവ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവ യേശുനാഥ വാവ യേശുനാഥ നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാം ജീവനും സ്നേഹവുമേ. വാവ യേശുനാഥ നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാം ജീവനും സ്നേഹവുമേ. വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവ യേശുനാഥ ആരാധന യേശുവേ ആരാധന പൂർണ്ണമായി സമർപ്പിച്ച് ആരാധന ആരാധന യേശുവേ ആരാധന. ഭാവി ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിച്ച് സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഇരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുകയാണെങ്കിലും എവിടെയാണെങ്കിലും മുട്ടുമേൽ നിൽക്കുക. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ കൂട്ടായ്മയിലേക്ക്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എവിടെ അവൻ
2 3 പേർ എൻ്റെ നാമത്തെ എവിടെയൊക്കെ അവരുടെ മധ്യത്തിലുണ്ട്. ഇന്നേ ദിവസം പ്രത്യേകമായിട്ടും ഈശോ കടന്നു വരുന്നത് ലോക സുവിശേഷങ്ങൾ നമ്മളെ അഭിഷേകം ചെയ്യാനായിട്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മിച്ചമുള്ള ജീവിതം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ കഴിവ് സമ്പത്തെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, കർത്താവെ, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന 740 കോടി വ്യക്തികളെ നിനക്ക് വേണ്ടി നേടുവാൻ വിലയുള്ള ആത്മാവിനെ, ഞങ്ങളുടെ ജീവൻ പോലും കൊടുത്ത് വിലയുള്ള ആത്മാവിനെ നിനക്ക് വേണ്ടി നേടുവാൻ യേശുവേ, ഇതാ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഞങ്ങളുടേതായ മിനിസ്ട്രികളുടെയും സ്ഥാപനത്തിൻ്റെയും സഭയുടെയും എല്ലാ വാതിലുകളും നിന്റെ മുമ്പിൽ ആത്മാവിൻ്റെ അഭിഷേകം തുറന്നിട്ടുകൊണ്ട് ഈശോയെ, ഞങ്ങളുടെ മിച്ചമുള്ള ജീവിതം പൂർണ്ണമായിട്ടും നിന്റെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറയുന്നു. കർത്താവേ, ഹല്ലേലൂയ, 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 യേശുവേ ആരാധനമേ, സ്തുതിക്കുന്നു, ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 15-ാം തിരുവചനം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായവനെ അങ്ങ് സത്യമായിട്ടും അറിഞ്ഞിരിക്കുന്ന ദൈവമാണ്. ഈ തിരുവോസ്തിയിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയ കർത്താവായ യേശു മഹത്വപൂർണനായിട്ട് മറഞ്ഞിരിക്കുന്നു. പുനരുദ്ധാനം ചെയ്ത യേശു ഈ തിരുവോസ്തിയിൽ മറഞ്ഞിരിക്കുന്നു. യേശുവേ, ഒരു ദ്വിതീയ പന്തക്കുസ്തായിക്ക് വേണ്ടി ഞങ്ങൾ നിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, സ്വർഗം തുറക്കണമേ, സകല ജനത്തിൻ്റെ മേലും ആത്മാവിനെ അയക്കണമേ, സഭയെ ഉണർത്തണമേ. കർത്താവേ, നിന്റെ അഭിഷിക്തരെ അഗ്നിയിൽ സ്നാനപ്പെടുത്തി പുതിയൊരു അഭിഷേകത്തിലേക്ക് നയിക്കണമേ. ദൈവ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളുടെ മേലും ആത്മാവിൻ്റെ കൃപാവരങ്ങൾ, ശുശ്രൂഷാവരങ്ങളാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ. അനേകം ശുശ്രൂഷകരെ ലോകത്തിലുടനീളം ഈ രാത്രിയിൽ അഭിഷേകം ചെയ്ത് അങ്ങ് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം തുറക്കണമേ. ഈ ഭൂലോകത്തിൻ്റെ മേൽ സകല മനുഷ്യമക്കളുടെ മേൽ ആത്മാവിനെ അയച്ചുകൊണ്ട് ഒരു പുതിയ പെന്തക്കുസ്ത തുറക്കണമേ. സകല ജനത്തിൻ്റെ മേലും ആത്മാവിനെ പകരണമേ. സിഹിയോൻ മാളികയിൽ അപ്പസ്തോല സമൂഹത്തിന് മേൽ ആവസിച്ച അതേ ആത്മാവിൻ്റെ അഗ്നി സകല ജനത്തിന് മേലും നിറയട്ടെ. സകല ജനപദങ്ങളുടെ മേലും ആത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ. സകല മനുഷ്യ മക്കളും ആത്മാവിൽ അഭിഷേകം ചെയ്യപ്പെടട്ടെ. ദൈവരാജ്യ ശുശ്രൂഷക്കായി എല്ലാവരും ഉണരട്ടെ. എല്ലാവരും ദൈവരാജ്യ ശുശ്രൂഷക്കായിട്ട് ഇറങ്ങട്ടെ. സക്രിയ 4:6 സൈന്യ ബലത്താലല്ല, കരബലത്താലല്ല, ദൈവാത്മാവിന്റെ ശക്തി കൊണ്ടത്രേ. യേശുവേ, ദൈവാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞുകൊണ്ട് ശുശ്രൂഷകർ മുഴുവൻ ശുശ്രൂഷ ചെയ്യട്ടെ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ശുശ്രൂഷകരാകട്ടെ. സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ, ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ ശുശ്രൂഷകരെ ശക്തിപ്പെടുത്തണമേ. ശുശ്രൂഷകരുടെ മേൽ പുതിയ കൃപാവരങ്ങൾ നിറയ്ക്കണമേ. ദൈവശക്തിയുടെ വെളിപ്പെടുത്തലുകൾ സംഭവിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ മരിച്ചവർ പോലും ഉയർത്തെഴുന്നേൽക്കുന്ന മഹാത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ജനം ഉണരട്ടെ, സഭ ഉണരട്ടെ, ദേശങ്ങൾ ഉണരട്ടെ, രാജ്യങ്ങൾ ഉണരട്ടെ, രാഷ്ട്രങ്ങൾ ഉണരട്ടെ. സകല മനുഷ്യ മക്കളുടെ മേലും ആത്മാവിന്റെ ശക്തി നിറയട്ടെ. നമുക്ക് കരമുയർത്തി സ്തുതിക്കാം. യേശുവേ, ആത്മാവിനെ നിറയ്ക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. യെശയ്യാ 59:19 കർത്താവിന്റെ കാറ്റിൽ തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ അവൻ വരും. കർത്താവിന്റെ കാറ്റിൽ തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ അവൻ വരും.
യേശു നിക്കോദേമോസിനോട് പറയുന്നുണ്ട്, കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ ആരും അറിയുന്നില്ല. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. റൂഹായേ വീശണമേ, പരിശുദ്ധാത്മ കൊടുങ്കാറ്റ് ലോകം മുഴുവൻ വീശട്ടെ. ഒരു ദ്വിതീയ പെന്തക്കോസ്ത ഈ രാത്രിയിൽ സംഭവിക്കട്ടെ. ഉണരട്ടെ, കൊടുങ്കാറ്റ് വീശട്ടെ, പരിശുദ്ധാത്മ കൊടുങ്കാറ്റ് വീശട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർത്തണമേ, ഉണർത്തണമേ ശുശ്രൂഷകരെ, വിശ്വാസികളെ ഉണർത്തണമേ, വിശ്വാസികളെ ഉണർത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് ഉണർന്ന് നമുക്ക് പാടി ആത്മാഭിഷേകത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് എണീറ്റ് നിൽക്കാം. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ആത്മാവിന്റെ കൊടുങ്കാറ്റ് വീശണമേ. മോശ കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഒരു കിഴക്കൻ കാറ്റ് വീശി, ചെങ്കടൽ പിളർക്കപ്പെട്ടു. വരണ്ട ഭൂമിയിലൂടെ ദൈവത്തിന്റെ ജനം അക്കരെ കടന്നു. മോശ കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഒരു കിഴക്കൻ കാറ്റ് വീശി, ചെങ്കടൽ പിളർന്നു. ഈ രാത്രിയിൽ പരിശുദ്ധാത്മ കൊടുങ്കാറ്റ് സകല ജനത്തിന് മേൽ വീശട്ടെ. ഉണർവിന്റെ കാറ്റ് വീശട്ടെ, ശക്തിയുടെ അഭിഷേകം ഒഴുകട്ടെ. ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ദൈവശക്തിയുടെ പ്രവാഹം ഉണ്ടാവട്ടെ. ആത്മാവിന്റെ തീ ഒഴുകട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ. യേശുവേ, ഈ രാത്രിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന സകലരുടെ മേലും ആത്മാവിന്റെ കൃപാവരങ്ങള്, ആത്മാവിന്റെ ശക്തി, വാരദാനങ്ങള്, ദൈവശക്തിയുടെ നിറവ് നൽകണമേ. അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നെ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നെ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. 2 തിമോത്തി 1:7. എന്തെന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ, സ്നേഹത്തിന്റെ, ആത്മധൈര്യത്തിന്റെ ആത്മാവിനെ ആണ് അവിടുന്ന് തരുന്നത്. പിതാവേ, ആത്മധൈര്യത്തിന്റെ, ശക്തിയുടെ ആത്മാവിനെ അയക്കണമേ. അങ്ങേക്ക് വേണ്ടി ജീവിച്ചു മരിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കുവാനുള്ള അഭിഷേകം നിറയ്ക്കണമേ. യേശുവാണ് രക്ഷകൻ എന്ന് പ്രഖ്യാപിക്കുവാൻ, ലോകം മുഴുവൻ പ്രഘോഷിക്കുവാൻ, യേശുവിന് വേണ്ടി
രക്തം ചിന്തി മരിക്കാനുള്ള അഭിഷേകം നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയട്ടെ, ശക്തി നിറയട്ടെ, ധൈര്യം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, കൃപകൾ കൊണ്ട് ചൊരിക്കട്ടെ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, മാറാത്തീര വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, വളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, മാറാത്തീര വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നെ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നെ നീട്ടണമേ, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, കരങ്ങൾ തളരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, 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 വീണ്ടും എനിക്കു നൽകണമേ ഒരു പുതിയ ബന്ധക്കുസ്ത തുറക്കപ്പെടട്ടെ, ഒരു പുതിയ ബന്ധക്കുസ്ത തുറക്കപ്പെടട്ടെ, ശുശ്രൂഷകരൊക്കെ ഇരട്ടി അഭിഷേകത്തിൽ നിറയട്ടെ, വലിയ ദൈവിക അടയാളങ്ങൾ സംഭവിക്കട്ടെ, ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ശക്തി ഒഴുകട്ടെ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ വലിയ വലിയ രോഗശാന്തികൾ സംഭവിക്കട്ടെ, പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ, സാത്താന്റെ കോട്ടകൾ തകരട്ടെ, ആത്മാവിന്റെ അഭിഷേകം ഒഴുകട്ടെ, പുതിയൊരു പെന്തക്കോസ്തായിൽ ശുശ്രൂഷകൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആത്മാവിനെ അയക്കണമേ, പിതാവേ ശക്തി അയക്കണമേ, അഭിഷേകം അയക്കണമേ. നമുക്ക് വീണ്ടും നിങ്ങളെ ഭൂമിയിൽ ഈ ലോകത്ത് എവിടെയാണെങ്കിലും ദിവികാല സന്നിധിയിൽ മുട്ടുമടക്കാം. കൂടുതൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ തോന്നുന്നവർ ഒറ്റക്കാലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ആത്മാവ് വന്നു കഴിയുമ്പോൾ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിക്കുകയാണ്. സഹ്യോൻ മാളികയിൽ പെന്തക്കോസ്ത തിരുനാളിൽ ആത്മാവ് കടന്നു വന്നു, അഗ്നിനാവുകൾ അവരുടെ മേൽ വന്ന് നിറഞ്ഞു. ഹെബ്രായ 1:7 അവരഭിഷേകമായി മാറി തൻ്റെ ശുശ്രൂഷകരെ തീനാളമാക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷകരെ തീനാളമാക്കുന്നു. അപ്പോൾ മുതൽ അവർ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചു. പ്രിയപ്പെട്ടവരെ, ആത്മാവ് വന്ന് ഉള്ളിൽ വസിച്ച് കഴിയുമ്പോൾ ആത്മാക്കളെ തേടി യാത്രയാകുന്നു. നമുക്കിപ്പോൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ മേഖലകളെയും ഓർക്കാം. വിദേശ രാജ്യങ്ങളായിരിക്കുന്ന ചില വ്യക്തികളുണ്ട്, പ്രാർത്ഥിക്കുക. നിങ്ങളെ അവിടേക്ക് ദൈവരാജ്യ ദൗത്യത്തിനാണ് അയച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആ സത്യം ഇരുവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും പരിശുദ്ധാത്മാ അഗ്നി ഇപ്പോൾ നിങ്ങളുടെ മേൽ വ്യാപരിച്ച് നിങ്ങളുടെ ദൗത്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി തരികയാണ്. സാധിക്കുമെങ്കിൽ ഇപ്പോൾ ഒരു ഇരടിപ്പാടിയുള്ള പ്രാർത്ഥിക്കും. നിങ്ങൾ എവിടെയാണെങ്കിലും കരങ്ങൾ ഉയർത്തി, എൻ്റെ ഭാരതം, എൻ്റെ കേരളം, ഈ ലോകം യേശുവിനെ അറിയണം, അതിന് എന്നെ ഉപയോഗിക്കണം. ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു അനുഭൂതിയോ അല്ലെങ്കിൽ ഒരു അനുഭവമായിട്ട് അത് തീരുകയല്ല. അതെവിടെയാണെങ്കിലും നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുക, എന്നെ ഉപയോഗിക്കണമേ നാഥ. പ്രിയപ്പെട്ടവരെ,
സ്ലീഹന്മാരുടെ മേലെ ആത്മാവ് വന്നപ്പോൾ അപ്പോൾ മുതൽ അവർ ആത്മാവിന് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി തീക്ഷണതയോടെ പ്രവർത്തിച്ചു. ആദിമസഭയിലെ മുഴുവൻ പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാ നിറവിലായിരുന്നു. ഇതാ ദൈവം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളിലേക്ക് തൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുന്നു. ആ ആത്മാവിനെ പകർന്ന് നമുക്ക് അത് നമ്മൾ സ്വന്തമായി വെക്കാതെ ആ ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് മുമ്പോട്ട് പോയി ആത്മാക്കളെ നേടാം. മരണം പോലും സ്വീകരിച്ചുകൊണ്ട് ആത്മാക്കളെ നേടുവാൻ. അതുകൊണ്ടാണ് ആദിമസഭയിൽ ആത്മാവ് വസിച്ചു, ആത്മാവ് നയിക്കപ്പെട്ടപ്പോൾ രക്തസാക്ഷികൾ പുഞ്ചിരിയോടുകൂടിയാണ് മരണത്തെ സ്വീകരിച്ചത്. ദൈവമേ, ഇതാ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ അങ്ങ് ഒരുക്കി തന്നിരിക്കുന്ന കേരളം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ കേരളം ഉണരണം, യേശുവേ അറിയണം, എന്നെ ഉപയോഗിക്കൂ നാഥ. എന്റെ കേരളം ഉണരണം, യേശുവേ അറിയണം, എന്നെ ഉപയോഗിക്കൂ നാഥ. എന്നെ ഉപയോഗിക്കൂ നാഥ. എന്റെ കേരളം ഉണരണം, യേശുവേ അറിയണം, എന്നെ ഉപയോഗിക്കൂ നാഥ. എന്നെ ഉപയോഗിക്കൂ നാഥ. ഭാരതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭാരതം ഉണരണം, യേശുവിനെ അറിയണം, യേശുവിനെ മുട്ടുമടക്കണം. ആത്മാവിന്റെ ശക്തി ഭാരതം മുഴുവൻ വ്യാപരിക്കട്ടെ, നമ്മളെ എടുത്ത് ഉപയോഗിക്കട്ടെ. ആത്മാവേ, ഭാരത സുവിശേഷത്തിനായി എന്നെ എടുത്ത് ഉപയോഗിച്ചാലും എന്റെ ഭാരതം ഉണരണം, യേശുവേ അറിയണം, എന്നെ ഉപയോഗിക്കൂ നാഥ. എന്നെ ഉപയോഗിക്കൂ നാഥ. എന്റെ ഭാരതം ഉണരണം, യേശുവേ അറിയണം, എന്നെ ഉപയോഗിക്കൂ നാഥ. എന്നെ ഉപയോഗിക്കൂ നാഥ. ഭാരതം മാത്രം പോരാ, ലോകമുള്ള എല്ലാ രാഷ്ട്രങ്ങളും യേശുവിനെ അറിയണം. യേശു രണ്ടാം വരവിനായിട്ട് ഒരുങ്ങണം. മഹാജൂബിലിക്ക് മുമ്പായി യേശു അവസാനമായി പറഞ്ഞ ലോക സുവിശേഷവൽക്കരണം യാഥാർത്ഥ്യമായി മാറണം. പരിശുദ്ധാത്മാവേ, ലോക സുവിശേഷവൽക്കരണമായി രാഷ്ട്രങ്ങളെ യേശുവിന് വേണ്ടി നേടുന്നതിനായി എന്നെ ഉപയോഗിക്കുന്നതാ. ലോകരാഷ്ട്രങ്ങൾ ഉണരണം, യേശുവേ അറിയണം, എന്നെ ഉപയോഗിക്കൂ നാഥ. എന്നെ ഉപയോഗിക്കൂ നാഥ. ലോകരാഷ്ട്രങ്ങൾ ഉണരണം, യേശുവേ അറിയണം, എന്നെ ഉപയോഗിക്കൂ നാഥ. എന്നെ ഉപയോഗിക്കൂ നാഥ. എന്റെ ഭാരതം ഉണരണം, യേശുവേ അറിയണം, എന്നെ ഉപയോഗിക്കൂ നാഥ. 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 ഉപയോഗിക്കൂ നാഥ.
നമ്മുടെ കൈകൾ രണ്ടും ശിരസിൽ വെക്കുക. കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ടും സമർപ്പിക്കുവാൻ, ഉപയോഗിക്കപ്പെടുവാനായി തീരുമാനമെടുക്കുക. സുവിശേഷ വഴിയിലേക്ക് 2033 തിരുസഭയുടെ മഹാജൂബിലി ആഘോഷിക്കുന്നതിന് മുമ്പ് ലോകത്തെ മുഴുവൻ സുവിശേഷവൽക്കരിക്കുവാൻ ഇത് ആത്മാവ് നിന്നെ ദൗത്യമേൽപ്പിക്കുന്നു. അത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ധാരാളം പ്രവാചകന്മാർ, സുവിശേഷകർ ഉയർത്തി നിൽക്കണം. അതിശക്തമായ കൃപാവരങ്ങളുള്ളവർ, അതെ, ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും എതിർക്കാനാവാത്ത വണ്ണം അത്ഭുത സിദ്ധിയുള്ളവര്, അത്ഭുത വരങ്ങളുള്ളവർ ഉയർത്തി നിൽക്കണം. അതിശക്തമായ മാനസാന്തരത്തിന്റെ കൃപ. നീ ഒരു വാക്ക് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ സാവൂൾ പൗലോസായതുപോലെ മാനസാന്ത അതിശക്തമായ അഭിഷേകം നിന്നിലൂടെ ലോക ജനതയിലേക്ക് ഒഴുകട്ടെ. ഭാഷാവരത്തിൽ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുത കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ. ശുശ്രൂഷകളുടെ മേലും വലിയ അഭിഷേകം നിറയ്ക്കണമേ. ആത്മാവിനെ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തോടെ നമ്മുടെ മിച്ചമുള്ള ജീവിതം ഇനി 19 വർഷമാണ് 2039 ആ കുഞ്ഞു ജീവിതം പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിന് അടിയറ വച്ചുകൊണ്ട് സ്നേഹത്തോടെ ഹൃദയത്തിൽ പറയാം, പരിശുദ്ധാത്മാവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് പ്രാർത്ഥിക്കുന്നത് അവിടെ ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗം മണം വെച്ച്, പരിശുദ്ധാത്മാവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവെ ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നു, പരിശുദ്ധാത്മാവെ അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ ഇതാ എൻ്റെ കൊച്ചു ജീവിതം ലോകം മുഴുവനുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും പോകുവാൻ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബജീവിതം, എൻ്റെ പൗരോഹിത്യ ജീവിതം, എൻ്റെ സന്യാസ ജീവിതം എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നെ എടുത്തുപയോഗിച്ചാലും, പരിശുദ്ധാത്മാവേ ആത്മാവിൽ നിറഞ്ഞ് ആത്മാക്കളെ നേടുവാൻ ഇനി എത്ര കാലം എനിക്ക് ഈ ഭൂമിയിൽ ജീവിതമുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അതിനു മുമ്പ് എന്നെക്കുറിച്ചുള്ള ദൗത്യം പൂർത്തിയാക്കി എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന താലന്തുകളെല്ലാം പൂർണ്ണതയിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ എന്നെ എടുത്തുപയോഗിച്ചാലും ഇത് അപൂർവമായിട്ട് ദാ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മയെ പറപോൽ ഞാനും പറയുന്നു, എന്നെ എടുത്തുപയോഗിച്ചാലും, എന്നെ എടുത്തുപയോഗിച്ചാലും, എന്നെ എടുത്തുപയോഗിച്ചാലും എൻ്റെ സഹനങ്ങൾ, എൻ്റെ വേദനകൾ എല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്കായി എടുത്തുപയോഗിച്ചാലും, പരിശുദ്ധാത്മാവെ എന്നെ എടുത്തുപയോഗിച്ചാലും, പരിശുദ്ധാത്മാവെ എന്നെ എടുത്തുപയോഗിച്ചാലും, പരിശുദ്ധാത്മാവെ എന്നെ എടുത്തുപയോഗിച്ചാലും സ്നേഹത്തോടെ ആ തീരുമാനത്തോടു കൂടി ഒരിക്കൽ കൂടി അവൻ്റെ പക്കലേക്ക് മുട്ടുമേ നിന്ന് ദിവികാരണത്തിലേക്ക് നോക്കാം. ഈ ഭൂമിയെ മുഴുവൻ ഇപ്പോൾ കാണാം. എല്ലാ വൻകരകളിലുള്ള, എല്ലാ രാജ്യങ്ങളിലുള്ള സകലരെ നമുക്ക് കാണാം. ഇതവിടേക്കെല്ലാം കർത്താവ് നമ്മളെ അയക്കുന്നു. സകല ജാതികളും, സകല ജനതകളും, സകല ഗോത്രങ്ങളും യേശുവിനെ അറിയുന്നു. വിശ്വാസത്തിൽ കാണാം. അതെ, അവൻ്റെ സമയം സമാഗതമായി. രണ്ടാം വരവിന് മുമ്പ് ലോക ജനതയെ ഒരുക്കണം. അതിനുവേണ്ടി നമുക്ക് ജീവിതം സമർപ്പിക്കപ്പെട്ട നമ്മളിലൂടെ കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങിയാണ്. നീ എത്ര ബലഹീനനാണെങ്കിലും നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു. അതിനുവേണ്ടിയാണ് തിരുസഭ നീ മാമോദിസ സ്വീകരിച്ചപ്പോൾ നിന്നിലേക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്. ആത്മാവിന് ഇനിയുള്ള കാലം നിന്നിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ നമ്മൾ സമർപ്പിച്ചു. നാം ഇപ്പോൾ മുതൽ പരിശുദ്ധാത്മാവിൻ്റെ അടിമയാണ്. വിശ്വാസത്തിൽ കാണാം, പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും സുവിശേഷകരെ കടന്നു ചെല്ലുന്നു, ആത്മാക്കളെ നേടുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ക്രിസ്തുവിനെ പൂർണ്ണമായി നിഷേധിച്ച് പൂർണ്ണമായി നശിപ്പിക്കുന്ന ജനതകൾക്കിടയ്ക്കും കർത്താവിന്റെ ശുശ്രൂഷകരെ അയച്ചുകൊണ്ട് അത്ഭുതകരമായ മാനസാന്തത്തിലേക്ക് സകല ജനതകളെയും യേശു നേടുന്നു. വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് ഒരുമിച്ച് പാടി ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി ആത്മാവിന്റെ കൃപ സകല ജനതകളും ക്രിസ്തുവിനെ ഈ ദിവസങ്ങളിലുള്ളിൽ അറിഞ്ഞ് തമ്പുരാനെ ഏറ്റുപറയുക. യേശു മാത്രമാണ് ഏകരക്ഷകൻ ഏറ്റുപറയുകയാകട്ടെ.
അഞ്ചുവൻ കരകൾ അതിലുള്ള മക്കൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. അഞ്ചുവൻ കരകൾ അതിലുള്ള മക്കൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. അന്റാർട്ടിക്ക മുതൽ ആഫ്രിക്ക വരെ നിന്റെ നാമം ജയിച്ചിടട്ടെ. അന്റാർട്ടിക്ക മുതൽ ആഫ്രിക്ക വരെ നിന്റെ നാമം ജയിച്ചിടട്ടെ. അഞ്ചുവൻ കരകൾ അതിലുള്ള മക്കൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. അഞ്ചുവൻ കരകൾ അതിലുള്ള മക്കൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. അന്റാർട്ടിക്ക മുതൽ ആഫ്രിക്ക വരെ നിന്റെ നാമം അറിഞ്ഞിടട്ടെ. അന്റാർട്ടിക്ക മുതൽ ആഫ്രിക്ക വരെ നിന്റെ നാമം അറിഞ്ഞിടട്ടെ. എല്ലാ വൻകരകളിലും ഒരു പുതിയ ഉണർവ് വ്യാപരിക്കട്ടെ. അനേക പ്രവാചകന്മാർ, അനേക വ്യക്തികൾ ഉയർത്തെഴുന്നേൽക്കട്ടെ. അതിശക്തമായ കൃപാവരങ്ങളുള്ളവര് ഉയർത്തെഴുന്നേറ്റ് ആത്മാക്കൾക്ക് വേണ്ടി ജീവനർപ്പിച്ചും ആത്മാക്കൾ നേടുവാൻ തക്കവണ്ണം അതിശക്തമായ അഭിഷേകം, അതിശക്തമായ ശുശ്രൂഷകൾ ലോകം മുഴുവൻ തുടക്കം കുറിക്കട്ടെ. ലോകം മുഴുവൻ വലിയ ശുശ്രൂഷകൾ തുറക്കപ്പെടട്ടെ. സഭയിൽ വലിയ ശുശ്രൂഷകൾ തുറക്കപ്പെടട്ടെ. വിശ്വാസികൾ ഉണരട്ടെ. അഞ്ചുവൻ കരകൾ അതിലുള്ള മക്കൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. അഞ്ചുവൻ കരകൾ അതിലുള്ള മക്കൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. അന്റാർട്ടിക്ക മുതൽ ആഫ്രിക്ക വരെ നിന്റെ നാമം അറിഞ്ഞിടട്ടെ. അന്റാർട്ടിക്ക മുതൽ ആഫ്രിക്ക വരെ നിന്റെ നാമം അറിഞ്ഞിടട്ടെ. അഞ്ചുവൻ കരകൾ അതിലുള്ള മക്കൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. അഞ്ചുവൻ കരകൾ അതിലുള്ള മക്കൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. അന്റാർട്ടിക്ക മുതൽ ആഫ്രിക്ക വരെ നിന്റെ നാമം അറിഞ്ഞിടട്ടെ. 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 കർത്താവിന്റെ സന്നിധിയിൽ പുതിയ ശുശ്രൂഷ തുടക്കം കുറിക്കട്ടെ. കാലഘട്ടം അനുസരിച്ചുള്ള പുത്തൻ ശുശ്രൂഷകള് ഈ രാത്രി തുടക്കമിടട്ടെ. പുതിയ പുതിയ രീതിയിലുള്ള ആത്മാക്കളെ നേടുവാനുള്ള അതിശക്തമായ പുതിയ ശുശ്രൂഷകൾ കുട്ടികൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, അങ്ങനെ ലോകം മുഴുവനുള്ള എല്ലാവർക്കും വേണ്ടി പുതിയ ശുശ്രൂഷകൾ എല്ലാ വൻകരകളിലും വീണ്ടും ഒരു പുതിയ ശുശ്രൂഷകൾ, പുതിയ മിനിസ്ട്രികൾ തുടക്കം ആരംഭിക്കട്ടെ. യേശുവേ, യേശുവേ, പുതിയ അഭിഷേകം, പുതിയ ചൈതന്യം, പുതിയ ശുശ്രൂഷകൾ ലോകമാസകലം തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചുവൻ കരകൾ അതിലുള്ള മക്കൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. അഞ്ചുവൻ കരകൾ അതിലുള്ള മക്കൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. അന്റാർട്ടിക്ക മുതൽ ആഫ്രിക്ക വരെ നിന്റെ നാമം അറിഞ്ഞിടട്ടെ. അന്റാർട്ടിക്ക മുതൽ ആഫ്രിക്ക വരെ നിന്റെ നാമം അറിഞ്ഞിടട്ടെ. അഞ്ചുവൻ കരകൾ അതിലുള്ള മക്കൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. അഞ്ചുവൻ കരകൾ അതിലുള്ള മക്കൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. അന്റാർട്ടിക്ക മുതൽ ആഫ്രിക്ക വരെ നിന്റെ നാമം അറിഞ്ഞിടട്ടെ. 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 സകല ജനപദങ്ങളും യേശുവിനെ ആരാധിക്കട്ടെ. സകല ജനപദങ്ങളും യേശുവിനെ മുട്ടുമടങ്ങട്ടെ. സകല ജാതികളും യേശുവിനെ മുട്ടുമടങ്ങട്ടെ. സകല ജനതകളിലും യേശുവിന്റെ ശക്തിയെ ആദരിക്കട്ടെ. ആത്മാവ് ഇറങ്ങി വരട്ടെ. ലോകം ഉണരട്ടെ. പുതിയൊരു പന്തക്കുസ്ത അനുഭവത്തിലേക്ക് സഭയും ജനങ്ങളും ഉണരട്ടെ. പുതിയ ശുശ്രൂഷകൾ വ്യാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കൈകളില് ഗ്ലോബും ജപമാലയും കൈകളെന്താ ഈ സമയത്ത് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയാണ്.
നാം മാത്രമല്ല, ഇപ്പോൾ ആരെല്ലാം ഈ സമയത്ത് ദൈവികാര്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, അവരിലേക്കെല്ലാം ദൈവം തൻ്റെ കൃപാവരങ്ങൾ പ്രകടമാക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ പ്രകടമാക്കി നിങ്ങൾ എവിടെയായിരിക്കുന്നു ആ രാജ്യത്തെ പുളിമാവായി പ്രവർത്തിച്ചുകൊണ്ട് അദൃശ്യനായ ദൈവത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇന്നുവരെയും ഇതുവരെയും തിരുസഭ കാണാത്ത, അല്ലെങ്കിൽ ഭൂമി കാണാത്ത, പ്രപഞ്ചം കണ്ടിട്ടില്ലാത്ത പുതിയ ശുശ്രൂഷകൾക്ക് നിങ്ങളിലൂടെ ദൈവമിതാ തുടക്കമിടുന്നു. ആത്മാവിൽ നിറഞ്ഞ് ആത്മാക്കളെ നേടി സ്വർഗം ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കുവാൻ സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്താമി ഭൂതാശയം നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽക്കൂ ഇന്ദ്രിയങ്ങൾ കീഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും പാവനാത്മാവിനും ഔവീതം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. സ്വർഗത്തിൽ നിന്ന് അവർക്കപ്പമേകിയല്ലോ, എല്ലാ സ്വാദം തികഞ്ഞൊരപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമല്ലണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 സ്നേഹമേ ആരാധന 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 സ്നേഹമേ ആരാധന 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 സൗഖ്യമേ ആരാധന സ്നേഹമേ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൂജ്യബലി വസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. അൾത്താരയിൽ പൂജ്യബലി വസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇവാഞ്ചലൈസേഷൻ 2033 നമ്മൾ അതിൻ്റെ ആഘോഷമാണ്. അതിനുവേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന ഇന്ന് കർത്താവിനെ ഒരുമിച്ചുകൂടി ബലിയർപ്പിക്കുവാൻ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അണഞ്ഞിരിക്കുക. ദൈവസ്നേഹത്തിൽ നമുക്ക് ഒന്നുചേരാം. ദൈവത്തിൻ്റെ വചനം നമുക്ക് ശ്രവിക്കാം. ദൈവാത്മാവിനാൽ നമുക്ക് നിറയപ്പെടാം. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് വിധേയരാകാം. കുർബാനയ്ക്ക് മാസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. മാസ് എന്നുള്ള പദം വരുന്നത് മീത്തരെ എന്നുള്ള ലത്തീൻ പദത്തിൽ നിന്നാണ്. മീത്തരെ എന്ന് പറഞ്ഞാൽ അയക്കുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ മാസ് എന്താണ്? ദൈവത്താൽ അയക്കപ്പെടുന്ന അനുഭവമാണ്. ഓരോ കുർബാനയും ഇവാഞ്ചലൈസേഷന്, സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള ഒരുക്കവും ശക്തിയാർജിക്കലുമാണ്. സ്നേഹപിതാവായ ദൈവം തൻ്റെ സ്നേഹത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടി, തൻ്റെ വചനത്താൽ നമ്മളെ പഠിപ്പിച്ച്, തൻ്റെ അപ്പത്താൽ നമ്മളെ പരിപോഷിപ്പിച്ച്, തൻ്റെ പ്രവർത്തനം നമ്മിൽ നടത്തി നമ്മെ രൂപാന്തരപ്പെടുത്തി, തൻ്റെ സുവിശേഷ ദൂതരാക്കി, തൻ്റെ പ്രവർത്തകരാക്കി ലോകത്തിലേക്ക് അയക്കുക ഓരോ കുർബാനയിലൂടെ. നമ്മൾ ഇന്ന് ഈ ബലിയർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലോകത്തിലുള്ള എല്ലാ സുവിശേഷ പ്രവർത്തകരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവരെ ഓരോരുത്തരെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ കൃപകളാൽ നമുക്ക് നിറയപ്പെടാം. ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മളെ തന്നെ ആശീർവദിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പ്രിയപ്പെട്ടവരെ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ ബലിയർപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് ഒരുക്കമായി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളോർത്ത് പശ്ചാത്തപിക്കാം. നമ്മുടെ പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തോടും പരസ്പരവും ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് നമുക്ക് ബലി ആരംഭിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും
ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും ദൈവ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വലോകരാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദൈവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിലും വിടും ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ,
അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു ദാനേകനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ വഴി ഞങ്ങളിൽ അനശ്വരമായ പ്രകാശം ചൊരിയുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ദിവ്യരക്ഷകന്റെ മഹിമ പ്രതാപം ഭക്തിപൂർവ്വം സ്വീകരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ ചൈതന്യ സഹായത്താൽ നിത്യപ്രകാശത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. നമുക്കിരുന്ന് കർത്താവിൻ്റെ വചനം ശ്രവിക്കാം. നമ്മളിന്ന് വായിച്ചു കേൾക്കുന്ന ബൈബിൾ ഭാഗങ്ങൾ ഇവാഞ്ചലൈസേഷനെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള തൻ്റെ വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മളെ ബോധപ്പെടുത്തുന്നു. ഇന്നത്തെ സങ്കീർത്തനം 19-ാം സങ്കീർത്തനം ഈ പ്രപഞ്ചം പോലും ദൈവവചനം പ്രഘോഷിക്കുന്ന കാര്യം നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലോ ഈശോ നമുക്ക് ആഹ്വാനം തരുന്നു, ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന്. ഒന്നാം വായന വിശുദ്ധ പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 9-ാം അധ്യായം 16 മുതൽ 18 വരെയും 24 മുതൽ 27 വരെയും തിരുവചനങ്ങൾ. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസ്സ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ പ്രതിഫലം? സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലം എന്നിയെ സുവിശേഷം പ്രസംഗിക്കുന്നതിലുള്ള സംതൃപ്തി. മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ. കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അവർ നശ്വരമായ കിരീടത്തിനു വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്. നാം അനശ്വരമായതിനു വേണ്ടിയും. ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല. ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയുമല്ല. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രതിവചന സങ്കീർത്തനം നമുക്ക് ഏറ്റുപറയാം. നിങ്ങൾ ലോകമെങ്ങും പോയി സർവസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു. രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി സർവസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. കർത്താവിൻ്റെ നിയമം അവികലമാണ്. അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്. അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു.
കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി സർവസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണമാണ്. അവ പൊന്നിനെയും തങ്കത്തെയും കാൾ അഭികാമ്യമാണ്, അവ തേനിനെയും തേൻകട്ടയെയും കാൾ മധുരമുള്ളതാണ്. അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത്. അവ പാലിക്കുന്നവന് ഒരു വലിയ സമ്മാനം ലഭിക്കും. നിങ്ങൾ ലോകമെങ്ങും പോയി സർവസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സർവജനത്തിനും സന്തോഷമേകുന്ന സദ്വാർത്ത, നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ യേശു ഇന്നു ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങയോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. 28-ാം അധ്യായം 16 മുതൽ 20 വരെ വാക്യങ്ങൾ. യേശു നിർദ്ദേശിച്ചിരുന്നത് പോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുൾ ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സുവിശേഷ വചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ എഴുതിയ അപ്പോസ്തലിക പ്രബോധനം, അതിൻ്റെ പേര് ഇവാഞ്ചേലി ഗൗദിയം എന്നാണ്. ഇവാഞ്ചേലി എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ, ഗൗദിയം എന്ന് പറഞ്ഞാൽ സന്തോഷം. ഈശോയെ കണ്ടുമുട്ടുമ്പോഴെല്ലാം നമ്മൾ സന്തോഷത്താൽ നിറയുന്നു എന്ന് മാർപ്പാപ്പ നമ്മളോട് പറയാം. ഈശോ സന്തോഷമാണ്. ഈശോ ജനിച്ചപ്പോഴും മാലാഖമാർ പറഞ്ഞത് അതാണല്ലോ, സർവ്വജനത്തിന് സന്തോഷമേകുന്ന സദ്വാർത്ത. അതാണ് ഈശോ. ഈശോ തൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ എലിസബത്തിൻ്റെ ഉദരത്തിലായിരുന്ന സ്നാപയോഹന്നാനെ സന്തോഷത്താൽ ഡാൻസ് ചെയ്യിച്ചു ഈശോ. ഈശോ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, ഞാനിതൊക്കെ എന്തിനാണ് നിങ്ങളോട് പറയുന്നത് എന്നറിയാമോ? എൻ്റെ സന്തോഷം നിങ്ങളിൽ നിറയണം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം, അതിനു വേണ്ടിയാണ്. ആ ഈശോയെ കണ്ടുമുട്ടിയ പൗലോസപ്പോസ്തലൻ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മളോട് പറയുക, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. സത്യത്തിൽ
സുവിശേഷവൽക്കരണം എന്താണെന്നറിയാവോ? കർത്താവ് തരുന്ന സന്തോഷത്തെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുക, എന്നാൽ അത് തനിക്ക് വേണ്ടി മാത്രം വയ്ക്കാതെ അത് പകർന്നു കൊടുക്കുക. സുവിശേഷവൽക്കരണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് വെറുതെ സുവിശേഷം പറയുന്നതല്ല, സുവിശേഷം പഠിപ്പിക്കുന്നതുമല്ല. അതൊക്കെ ഒരു വിധത്തിൽ സുവിശേഷവൽക്കരണത്തിനുള്ള വഴികളാണ്. സുവിശേഷവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, സുവിശേഷത്തിൻ്റെ ചൈതന്യത്തിൽ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും ലോകത്തെയും നവീകരിക്കുക എന്നുള്ളതാണ്. ഒരു വിധത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതം ദൈവത്താൽ ഭരിക്കപ്പെടുമ്പോൾ, ഓരോ കുടുംബവും ഈശോയുടെ സ്നേഹത്താൽ ഭരിക്കപ്പെടുമ്പോൾ, ഓരോ സമൂഹവും ഈശോയുടെ നീതിയും സമാധാനവും കൊണ്ട് നിറയുമ്പോൾ, ഒരു വിധത്തിൽ ഈ ലോകം തന്നെ ഈശോയിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയുമായി മാറുമ്പോൾ അവിടെയാണ് ദൈവരാജ്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് സുവിശേഷവൽക്കരണം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഉൾക്കൊണ്ട് ആ സ്നേഹം പകരുന്നതാ സുവിശേഷവൽക്കരണം എന്ന് പറയാം. ഈശോ സാധിച്ച രക്ഷ അനുഭവിച്ച് ആ രക്ഷ പകരുന്നതാണ് നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സംസർഗത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും എല്ലാം ആ രക്ഷ പകരുന്ന അനുഭവമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിൽ പരിപൂരിതരായി പരിശുദ്ധാത്മാവിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് ലോകത്തെ തന്നെ വിശുദ്ധീകരിക്കുന്ന പ്രവർത്തനം, അതാണ് സുവിശേഷവൽക്കരണം. ഇന്ന് സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈശോ പറഞ്ഞ ഒരു ഉപമയും ഈശോയുടെ ജീവിതത്തിലെ ഒരു സംഭവമാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 16 മുതലുള്ള വാക്യത്തിൽ ഒരു ഭോഷനായ ധനികനെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. ഭോഷനായ ധനികൻ, അവന് സമർത്ഥമായ വിളവ് കിട്ടിയപ്പോൾ അവൻ എന്താ ചെയ്തത്? കർത്താവ് എനിക്ക് തന്നു, അത് കൊടുക്കാനാ, ഒത്തിരി പേർക്ക് കൊടുക്കാനാവുമല്ലോ എന്നല്ല അവൻ ചിന്തിച്ചത്. ഒത്തിരി പേരുടെ വിശപ്പ് മാറ്റാം എന്നല്ല അവൻ ചിന്തിച്ചത്. പിന്നെയോ, ഇതെല്ലാം എനിക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടി മാത്രം. ഞാൻ എന്തു ചെയ്യും? എൻ്റെ അറപ്പുരയെല്ലാം പൊളിച്ച് പണിത് വലുതാക്കും, ഇതെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് എന്നോട് തന്നെ പറയും, നീ ഇരുന്ന് സുഖിച്ചോ, കാരണം നിനക്ക് ഒത്തിരി സമ്പത്ത്. അതല്ല സുവിശേഷവൽക്കരണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ ഈശോ ചെയ്ത അത്ഭുതമാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ അത്ഭുതം. അതിന് കർത്താവിന് എവിടെ നിന്ന് അപ്പം കിട്ടിയതെന്നറിയാവോ? ഒരു പിഞ്ചു ബാലൻ്റെ കയ്യിൽ നിന്നാണ്. അവന് വേണ്ടി, അവൻ ഉച്ചയ്ക്ക് ഭക്ഷിക്കാൻ വേണ്ടി അവൻ്റെ അമ്മ തയ്യാറാക്കി പൊതിഞ്ഞു കെട്ടി അവന് കൊടുത്തതാ. ഇത് നിനക്കുള്ള അപ്പോ, നിനക്ക് മാത്രമുള്ളതാ, നീ ഇത് കഴിച്ചോണം. അമ്മ വളരെ ശ്രദ്ധയോടെ ഈ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കുന്ന പോലെ ഇവന് പൊതിഞ്ഞു കൊടുത്തതാ. പക്ഷെ അവൻ എന്ത് ചെയ്യുമെന്നറിയാവോ? ഇത് എനിക്ക് വേണ്ടിയല്ല കർത്താവേ, ഇത് നിനക്ക് വേണ്ടിയാ. എന്തിനാണെന്നറിയാവോ? ഇത്രയും വിശന്ന് വലഞ്ഞിരിക്കുന്ന ആൾക്കാരില്ലേ, അവർക്കെല്ലാം കൊടുക്കാനാ. അതാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷവൽക്കരണം. കർത്താവ് നമുക്ക് തന്നത് നമുക്ക് വേണ്ടി ഒതുക്കി വയ്ക്കാതെ എല്ലാവരുമായി പങ്കുവയ്ക്കുന്ന അനുഭവം. അങ്ങനെയാണ് ദൈവരാജ്യം പരത്താൻ നമുക്ക് സാധിക്കുക. ഈശോ അതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക. കാല് കഴുകിയിട്ട് ശിഷ്യന്മാരുടെ പാദം കഴുകിയിട്ട് പറയുന്നു, ഞാൻ നിങ്ങളെ സേവിച്ചു, നിങ്ങൾ മറ്റുള്ളവരെ സേവിക്കുക. അതാണ് സുവിശേഷവൽക്കരണം. ഒരു വിധത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം ലോകത്തിൽ തുടരുന്നതാണ് സുവിശേഷവൽക്കരണം. ദൈവം തന്നത് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതാണ് സുവിശേഷവൽക്കരണം. അങ്ങനെ ലോകത്തിലുള്ള എല്ലാവരും രക്ഷ പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരണം. അവിടെയാണ് ദൈവരാജ്യം. അതിൻ്റെ വരവിന് വേണ്ടി പ്രാർത്ഥിക്കാനും, അതിൻ്റെ വരവിന് വേണ്ടി പ്രവർത്തിക്കുവാനും, അതിൻ്റെ വരവിന് വേണ്ടി സംസാരിക്കുവാനും, അതിൻ്റെ വരവിന് വേണ്ടി ജീവിക്കുവാനും,
അതിൻ്റെ വരവിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകാൻ ഈശോ നമുക്ക് ആഹ്വാനം തരുന്നു. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാ, ഒരു വലിയ ദൗത്യത്തോടെ അയക്കപ്പെട്ടവരാ, ദൈവത്താൽ അയക്കപ്പെട്ടവരാ, ദൈവം ശക്തീകരിച്ച് അയക്കപ്പെട്ടവരാ. നമുക്ക് കർത്താവ് ഏൽപ്പിച്ച ദൗത്യം അതാണ് സുവിശേഷവൽക്കരണം. നമുക്ക് അത് ആത്മാർത്ഥമായി നിറവേറ്റാം. എന്നാൽ നമ്മൾ ഇത്രയും പേര് മാത്രം പരിശ്രമിച്ചാലാകില്ല. അതിനുവേണ്ടിയാണ് ക്രിസ്ത്യൻ പ്രവർത്തനങ്ങളൊക്കെ നടത്തുക. കൊച്ചുകുട്ടികളെ പോലും പ്രത്യേകം തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് ഈശോയെപ്പോലെ സുവിശേഷം പടർത്തുന്നവരാകാൻ അവരെ സഹായിക്കുന്ന വലിയ പ്രക്രിയ. അത് നന്നായി വിജയിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ശാലോമിലൂടെ നടക്കുന്ന വലിയ പ്രവർത്തനം, ലോകം മുഴുവനും സുവിശേഷം എത്തിക്കുവാനുള്ള വലിയ പ്രവർത്തനം, അത് നന്നായി വിജയിക്കുവാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. സുവിശേഷത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ച സന്യസ്തരുടെ വർഷം കൊണ്ടാടുമ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അനേകായിരം അൽമായ സഹോദരങ്ങൾ തങ്ങളുടെ രൂപത്തിൽ ജീവിതത്തെ പോലും രൂപത്തിൽ മാറ്റിവെച്ച് കർത്താവിന് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ട് ദൈവരാജ്യം പ്രഘോഷിക്കുന്നു. അവരും അവരുടെ കുടുംബങ്ങളും അതിൽ പങ്കുചേരുന്നു. നമുക്ക് അവരെ എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മളെ എല്ലാവരെയും തൻ്റെ സുവിശേഷ ദൂതരാക്കി മാറ്റട്ടെ. ആദ്യത്തെ സുവിശേഷം പ്രഘോഷിച്ചത് മാലാഖയാണ്. ആ മാലാഖയുടെ ദൈവദൂതൻ്റെ വാക്ക് നമുക്ക് ഉൾക്കൊള്ളാം, വാക്കും അനുഭവവും നമുക്ക് ഉൾക്കൊള്ളാം. അത് പകർന്ന് ജീവിക്കാനായിട്ട് ശ്രദ്ധ വയ്ക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ മാർപ്പാപ്പയെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും സഭാ ശുശ്രൂഷകരെയും കനിവാർന്ന് അനുഗ്രഹിച്ച് അങ്ങ് അവരെ ഏൽപ്പിച്ച സുവിശേഷ ദൗത്യം നന്നായി നിറവേറ്റാൻ ആവശ്യമായ കൃപയേകണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തെയും ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളെയും രാഷ്ട്ര അധികാരികളെയും എല്ലാം കർത്താവേ അങ്ങയുടെ സ്നേഹത്തിലേക്ക് അർപ്പിക്കുന്നു. നീതിയോടെ ലോകത്തെ നയിക്കുവാൻ, ലോകമെങ്ങും സമാധാനത്തിൽ നിലനിർത്താനും വളർത്താനും അവരെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, സന്യാസ വർഷത്തിൽ ഞങ്ങൾ എല്ലാ സന്യസ്തരെയും അങ്ങയെ സ്നേഹത്തിലേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ സന്തോഷത്താൽ നിറഞ്ഞ് സന്തോഷം പകരുന്നവരായി, ദൈവരാജ്യ പ്രവർത്തകരായി അവർ ജീവിക്കുവാൻ വേണ്ട കൃപ സമർത്ഥമായി ഏകണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ദൈവമേ, അൽമായ ശുശ്രൂഷകരെ എല്ലാം ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി, ദൈവരാജ്യ പ്രവർത്തനത്തിന് വേണ്ടി, സുവിശേഷവൽക്കരണത്തിന് വേണ്ടി തങ്ങളുടെ തന്നെ ജീവിതത്തെയും സമയത്തെയും കഴിവുകളെയും ഒക്കെ സമ്പത്തിനെയും ഒക്കെ ചെലവഴിക്കുന്ന ആ പ്രിയപ്പെട്ട മക്കളെ കനിവാർന്ന് അനുഗ്രഹിച്ച് ദൈവമേ അനുഗ്രഹത്തിൻ്റെ പാതയിലൂടെ അവരെ വഴി നടത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, പല രീതിയിൽ വിഷമത അനുഭവിക്കുന്നവരുണ്ട്, അങ്ങയുടെ സുവിശേഷം കേൾക്കാതെ വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, അവരെ എല്ലാം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കർത്താവെ യുവജനങ്ങളെയും വിഷമത അനുഭവിക്കുന്ന കുടുംബങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് രോഗം മൂലം വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു. തിന്മയുടെ ആധിപത്യത്തിൽ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു. പട്ടിണിയിൽ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു. ദൈവമേ, അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ, രക്ഷയേകുവാൻ കടന്നു വരണമേ. ദൈവമേ, അങ്ങയുടെ പ്രവർത്തകരായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു എന്ന് അവർക്കൊക്കെ രക്ഷയുടെ അനുഭവം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, മരണം മൂലം ഈ ലോകത്തു നിന്നും കടന്നുപോയ എല്ലാവരെയും അങ്ങേ സ്നേഹത്തിലേക്ക് അർപ്പിക്കുന്നു. അവരിലൂടെ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് അർപ്പിക്കുന്നു. പാപങ്ങളും പാപക്കടങ്ങളും പുറത്ത് അങ്ങേ രാജ്യത്തിലേക്ക് അവരെ സ്വീകരിച്ച് അവർക്ക് നിത്യശാന്തി ഏകണമേ എന്നും അവരുടെ വേർപാടിൽ ദുഃഖിതരായ ഞങ്ങൾക്ക് അങ്ങയുടെ ആശ്വാസം പകർന്നു തരണമേ എന്നും കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് നമ്മുടെ കരങ്ങൾ കൂപ്പി ഹൃദയഭാഗത്ത് ചേർത്ത് വെച്ച് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായിട്ടുള്ള അപേക്ഷകളും നിയോഗങ്ങളും ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇവാഞ്ചലൈസേഷൻ 2033
2000 ജനിച്ചവർ ഈശോയുടെ പ്രായം 33 വയസ്സ് ആകുമ്പോഴേക്ക് അവരിലൂടെ ലോക സുവിശേഷവൽക്കരണം പൂർണ്ണമായി നടക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയ മക്കളുടെ പ്രാർത്ഥനകൾ അങ്ങ് ദൈവത്തോടെ ശ്രവിക്കണമേ. ഞങ്ങളിൽ പ്രസാദിച്ച് അങ്ങയുടെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിറഞ്ഞ് ഏവർക്കും അനുഗ്രഹമായി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കനിവോടെ സ്വീകരിക്കണമേ. നിറയൂമി ജീവിതത്താലത്തിൽ സന്തോഷ സന്താപ മാലിക. കനിവോടെ സ്വീകരിക്കണമേ. കനിവോടെ സ്വീകരിക്കണമേ. നിറയുമി ജീവിതതാരത്തിൽ സന്തോഷ സന്താപ മാലിക. കനിവോടെ സ്വീകരിക്കണമേ. വൈദികൻ തൻ തിരു കൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോ. വൈദികൻ തൻ തിരുകൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോൽ. നിർമ്മലമല്ലിലും ജീവിതം അർച്ചനയാവണം ദൈവമേ. നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയാവണം ദൈവമേ. കനിവോടെ സ്വീകരിക്കണമേ. നിറയുമീ ജീവിത താലത്തിൽ സന്തോഷ സന്താപ മാലിക. കനിവോടെ സ്വീകരിക്കണമേ. പ്രിയപ്പെട്ടവരെ, നാം ഏവരും ചേർന്ന് സമർപ്പിക്കുന്ന ഈ കാണിക്കകൾ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും സാമ്പത്തിക സഭയുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവേശ്വര, അങ്ങയുടെ മഹിമേറിയ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്ന ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ കനിവോടെ കൈക്കൊള്ളണമേ. ദാനമായി അങ്ങ് നൽകിയവയിൽ നിന്ന് ഞങ്ങൾ അർപ്പിക്കുന്നവ ഞങ്ങൾക്ക് സ്വർഗീയ ഭോജനമാകുവാൻ കനിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുവിൻ. ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വര, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ക്രിസ്തു വഴി പുതിയൊരു യുഗം ഉദയം ചെയ്തു. പാപത്തിൻ്റെ സുദീർഘമായ ആധിപത്യം അവസാനിച്ചു. തകർന്ന ലോകം സമുദ്ധരിക്കപ്പെട്ടു. മനുഷ്യന് സമ്പൂർണ്ണ ജീവൻ കൈവരികയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു.
പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും നിത്യസ്തുതികനായ അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങ് സർവവും ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ നിർമ്മലമായ ബലി അങ്ങേക്കർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ അങ്ങയുടെ തിരുമുമ്പിൽ ശേഖരിക്കുന്നതിൽ അങ്ങ് നിരന്തരം വ്യാപൃതനാണ്. പിതാവേ, ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, അങ്ങേക്കർപ്പിക്കുവാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പവിത്രമാക്കണമേ. ഇവ അങ്ങയുടെ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കനിയണമേ. അവിടുത്തെ കൽപ്പന അനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് പിതാവായി അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചർലി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചർലി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. ഇത് എൻ്റെ രക്തമാകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം. നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
നമ്മുടെ വിശ്വാസത്തിന്റെ ഈ മഹാരഹസ്യം നമുക്ക് പ്രഘോഷിക്കാം. കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. പിതാവേ, അങ്ങയുടെ ദിവ്യപുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മരണവും മഹനീയമായ ഉയർത്തുന്നേൽപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവിതായവും പരിപാവനവുമായ ഈ ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അങ്ങയുടെ സഭ അർപ്പിക്കുന്ന ഈ യാഗം തൃക്കൺ പാർക്കണമേ. ആത്മബലിയാൽ അങ്ങയെ പ്രസാദിപ്പിച്ച അങ്ങേ പ്രിയപുത്രനെ ഈ ദിവ്യബലിയിൽ ദർശിച്ചാലും അങ്ങയുടെ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷാകുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായി ക്രിസ്തുവിൽ ഒരേ ശരീരവും ഒരേ ആത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. ക്രിസ്തുനാഥൻ ഞങ്ങളെ നിത്യമായൊരു കാണിക്കയായി അങ്ങേക്ക് സമർപ്പിക്കുമാറാകട്ടെ. ദൈവമാതാവായ പരിസ്ഥകനിക മറിയത്തോടും വിശുദ്ധ യൗസേ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. ഇവരുടെ മധ്യസ്ഥത വഴി അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് എപ്പോഴും കൈവരുമെന്ന് പ്രത്യാശിക്കുന്നു. പിതാവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, അങ്ങയോട് ഞങ്ങളെ രഞ്ജിപ്പിച്ച ഈ ബലി സമസ്ത ലോകത്തിനും ശാന്തിയും രക്ഷ നൽകുവാൻ ഉപകരിക്കുമാറാകട്ടെ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാരോടും മറ്റെല്ലാ മെത്രാന്മാരോടും സകല വൈദികരോടും സന്യാസിനികളോടും ക്രിസ്തുനാഥൻ അങ്ങേക്കായി നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലെ സ്നേഹത്തിൽ ഉറപ്പിക്കുവാൻ കനിവുണ്ടാകണമേ. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ അങ്ങ് ദയാപൂർവം കേട്ടല്ലണമേ. കാരുണ്യവാനായ പിതാവേ, ലോകം എങ്ങുമുള്ള അങ്ങയുടെ എല്ലാ മക്കളെയും അങ്ങയുടെ സ്നേഹത്തിൽ സംയോജിപ്പിക്കണമേ. മരണം മൂലം ഞങ്ങൾ നിന്ന് വേർപെട്ട സഹോദരന്മാരെയും സഹോദരിമാരെയും അങ്ങേക്ക് പ്രിയങ്കരമായി ജീവിച്ച് ഈ ലോകത്തിൽ വിടവാങ്ങിയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദൈവത്തോടെ സ്വീകരിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളുടെയും നീർച്ചാലായ യേശു ക്രിസ്തു വഴി എല്ലാവരും അങ്ങേ രാജ്യത്ത് ഒരുമിച്ച് കൂടി അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങൾ നിത്യനിർവൃതിയടയുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. പ്രിയപ്പെട്ടവരെ, സുവിശേഷവൽക്കരണത്തിൻ്റെ ഫലമാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി ദൈവത്തിൻ്റെ മക്കളായ നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിൽ ഈശോയോട് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നീ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് സമാധാനമല്ലണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും ഞങ്ങളെ എപ്പോഴും കരുണാപൂർവം കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളത്തിനൊത്തവണ്ണം ഞങ്ങൾക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചറിയാലും എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവിൻ്റെ സമാധാനം പ്രിയപ്പെട്ടവരെ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം കർത്താവിൻ്റെ സമാധാനം ആശംസിക്കാം.
പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ നീക്കം ചെയ്യുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ഭാഗ്യപ്പെട്ടവർ. കർത്താവേ, അങ്ങനെ എഴുതുവാൻ വേണ്ട യോഗ്യത എനിക്കില്ല, അങ്ങനെ കൽപ്പിച്ചാൽ മതി, എൻ്റെ ആത്മാവ് പ്രാപിക്കും. വഴിയേതെന്നറിഞ്ഞീല, വഴിയേതെന്നറിഞ്ഞീല, അഴൽ മൂടും നോരൻ ഹൃദയത്തിൽ വന്നൻ വഴി കാട്ടേണമേ നാഥ. പറയാനുണ്ടേറെ ഉള്ളിൽ, നിറയാനുണ്ടേറെ നെഞ്ചിൽ, മിശിഹായേ നിന്നെ അറിയാനായി മുന്നിൽ അണയുന്നു നിത്യം നാഥ. യേശുവേ നിൻ നാമം ഞാൻ വാഴ്ത്തിടാമൾത്താരയിൽ, ആർദ്രത വഴിയുമേ സ്നിഗ്ധമ മനസ്സുമാ, നാഥന്റെ നൈർമല്യത്തിൽ എന്നെ ഞാൻ കാഴ്ചവെക്കാം. കുരിശിൻ്റെ ഭാരം പേറി അറിവിൻ്റെ ദൂരം താണ്ടി, അകതാരിൽ മെഴുതിരികൾ നീട്ടി ഇന്നരികെ വന്നിതാനാഥ. ദയയായി നീ എന്നിൽ വന്നു, ക്ഷമയായി നീ എന്നിൽ ചേർന്നു. തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവരാരും നാശമടയാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ആ ഏകപുത്രനെ നൽകുമാറ് ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ ഉൾക്കൊണ്ട ദിവ്യകാരുണ്യം ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് എപ്പോഴും ശക്തിയും ആശ്വാസവും പ്രദാനം ചെയ്യുവാൻ കനിയണമേ. ഞങ്ങൾ അനുഭവിച്ച അങ്ങയുടെ സ്നേഹം ഏവർക്കും പകർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങയോടും കൂടെ. ശിരസ് നമിച്ച് നമുക്ക് ആസ്വാദം സ്വീകരിക്കാം. പിതാവായ ദൈവം തൻ്റെ നിത്യമായ സ്നേഹത്താൽ നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. പുത്രനായ ദൈവം തൻ്റെ രക്ഷയുടെ അനുഭവം നിങ്ങൾക്ക് ഏകുമാറാകട്ടെ. പരിശുദ്ധാത്മാവായ ദൈവം വിശുദ്ധിയിൽ വളരുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ.
ദിവ്യപൂജ സമാപിച്ചു. കർത്താവിൻ്റെ സമാധാനത്തിലും സ്നേഹത്തിലും പോയി ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവിൻ. ദൈവത്തിന് സ്തുതി.